ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇടിയിറച്ചിയാണ്. മഴയത്ത് നിങ്ങൾ ഇറച്ചി ഉണക്കാനൊന്നും മെനക്കെടേണ്ട, വേഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇടിയിറച്ചി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മിസ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു വേവിൻ്റെ കണക്ക് ആ രീതിക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നമുക്കിതിനെ അടച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ തീരെ കുറച്ച് അളവിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 സവാള ചെറുതായിട്ട് മുറിച്ചതാണ്. കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ച 3 സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറച്ച് ചേർക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ റെസിപ്പി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഓയിൽ ഒട്ടും കൂടാൻ പാടില്ല. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. വാടി കുഴയുന്ന ഒരു പരുവമല്ല നമുക്ക് വേണ്ടത്, ഒരു മീഡിയം ഒരു പരുവത്തിലാണ് നമുക്കിതിനെ വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ ട്രൈ ചെയ്യുക. ബീഫ് കൊണ്ട് എന്താ ഉണ്ടാക്കിയതെന്ന് സെർച്ച് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും ഒരു റെസിപ്പി കാണുന്നത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബീഫിൻ്റെ ഒത്തിരി റെസിപ്പീസ് വെറൈറ്റി ആയിട്ടുള്ളത് ഈസി ആയിട്ടുള്ളതൊക്കെ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകൾ നമുക്ക് മൊത്തം വേണ്ടതിൻ്റെ പകുതിയാണ് നമ്മൾ ആദ്യം ബീഫിലേക്ക് ചേർത്ത് കൊടുത്തത്. ബാക്കിയാണ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ സോയ സോസ് നമ്മൾ ഇതിലേക്ക് ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റി. ഇത് നന്നായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലാണുള്ളത്. അപ്പം നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതിനെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഇതിനെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകുന്ന രീതിയിലാവരുത്. പൾസ് ചെയ്തെടുക്കുക. എന്നാലേ ഇതുപോലെ നാരുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കിടക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ മസാല റെഡിയായത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 10 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 5-6 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും, കുറച്ച് തേങ്ങാക്കൊത്തും. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറവോ കൂടുതലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് തുടങ്ങുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലുള്ള റോസ്റ്റുകളിലൊക്കെയുള്ള ഈ തേങ്ങാക്കൊത്ത് കടിച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇവിടെ എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ മാറ്റി വയ്ക്കുന്നത് ഞാൻ അതും കഴിക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ബാക്കി നമ്മളുടെ ഉള്ളിയും മുളകും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധിക സമയം വേണ്ട, കുറച്ച് സമയം ജസ്റ്റ് അതൊന്ന് വാടി വരുന്ന സമയം മതി. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ബീഫ് ഷാമി കബാബിൻ്റെയും ബീഫ് ഷീഖ് കബാബിൻ്റെയും റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് എടുത്ത് നോക്കി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ അരച്ചെടുത്ത നമ്മളുടെ ബീഫ്, അരച്ചെടുത്തതല്ല ജസ്റ്റ് ആ ചതച്ചെടുത്ത നമ്മളുടെ ആ ഒരു ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് നന്നായിട്ട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പിയുടെ ആ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ പൾസ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുവാനായിട്ട് ഒന്ന് വെക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിൻ്റെ പാകം അനുസരിച്ച് അത് വേണമെങ്കിൽ മാത്രം ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്തത് തന്നെ മതിയാകും. നമുക്കിതിനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക, ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിത് നേരത്തെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണക്കാണ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 1-2 മിനിറ്റ് ഇതിന് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ശരിക്കും ഒന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇടിയിറച്ചി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് മാക്സിമം ആ ഒരു സ്റ്റൈലിനെ ഫോളോ ചെയ്തെടുക്കാം. അപ്പോൾ കാണുന്ന അമ്മമാരൊക്കെ ചിലപ്പോൾ പറയും ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രൈ ബീഫിൽ ചെയ്യുന്നത് തന്നെയാണെന്ന്. പക്ഷേ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഇടിയിറച്ചിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണ്. ഒരുപാട് കുക്കിംഗ് ഒന്നും അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഫെയിലൊന്നും ഉണ്ടാവാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് പേടിക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. മസാലയുടെ പരുവമൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണം. മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക. ഒട്ടും കൂടുതൽ എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഈ ഒരു മസാല ഈ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊറോട്ട, ചപ്പാത്തി, അപ്പം എന്തിനൊപ്പവും നന്നായിട്ട് ചേരുന്ന ഒരു കോമ്പിനേഷനാണ്. മാത്രമല്ല യാത്രയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കരുതാനും പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് കേടുവരുന്ന ഒരു സാധനമല്ല. നമ്മൾ ആ ഒരു രീതിയിലാണല്ലോ അതിനെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ അത് നമ്മളുടെ റെസിപ്പി റെഡിയായി. ലാസ്റ്റിൽ കുറച്ച് മല്ലിയില നമുക്കിതുപോലെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. നമ്മളുടെ റെസിപ്പിയുടെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി എത്ര പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവും. നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.